അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്തിൽ വിച്ചാർ പ്ലശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബുകളെ, ഒരുപാട് ആളുകൾ ഫ്രഷ് വീട് ചോദിക്കാറുണ്ട്, അതും തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ നമുക്ക് ഫ്രഷ് വീട് 1560 സ്ക്വയർ ഫീറ്റും 5 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. 5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളെ, നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ്. അതിലാണ് നിങ്ങൾക്ക് വീട് വെച്ചിട്ടുണ്ട്. ഫ്രഷ് വീട്, നല്ല ക്വാളിറ്റി, 4 ബെഡ്റൂം. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മുടെ ചെറുതുരുത്തിൻ്റെ അടുത്ത്, മുള്ളൂർക്കരയുടെ അടുത്ത്, അതേപോലെ മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷൻ, കലാമണ്ഡലം, അങ്ങനെ തുടങ്ങി ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. വെട്ടിക്കാട്ടിൽ നിന്ന് വരാം, മുള്ളൂർക്കരയിൽ നിന്ന് വരാം. ഇവിടുന്ന് മുള്ളൂർക്കരക്കാണെങ്കിൽ 1.5 കിലോമീറ്റർ, വെട്ടിക്കാട്ടിലേക്കാണെങ്കിലും 1.5 കിലോമീറ്റർ. കോളേജുകളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും ഇതിൻ്റെ പരിസരത്ത് കൂടെ. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം, ഇതൊന്ന് കാണണം. വെറും 32 ലക്ഷം ഉറുപ്പ്യക്കാണ് മേടിച്ചു തരാം. 34-35 പറയുന്നുണ്ടെങ്കിലും 32 ലക്ഷം രൂപയ്ക്ക് ഞാനിത് വാങ്ങിത്തരാമെന്നുള്ള 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് പറയണം. മാത്രമല്ല, ഇങ്ങനെ ഒരു വീട് കയറ്റണം, കാശ് എത്ര വേണം? 1560 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പോൾ എന്താണെന്നറിയോ, നല്ല ക്വാളിറ്റി വീട്, നല്ല രീതിയിൽ, നല്ല സൗകര്യത്തോടു കൂടി കയറ്റി വിട്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, കണ്ടോ, ഇങ്ങനെ ടാറിങ് റോഡ് ഇങ്ങനെ വരികയാണ്. നല്ല വീതി വിസ്താരമുള്ള റോഡാണ് അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളൊക്കെ മുറിച്ച് കൊടുത്താണ് കേട്ടോ. അവിടെ 8 സെൻറ്റും 10 സെൻറ്റൊക്കെ ആളുകൾ മേടിച്ചതാണ്. 1-1.10 റേറ്റിനൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ 88,000 രൂപയുടെ സ്ഥലം കൊടുക്കാണ്ട് 88,000 മുതൽ ഇതുണ്ടോ, ഇത് 4 ബെഡ്റൂമാണ്. ഇത് 1510 സ്ക്വയർ ഫീറ്റാണ്. 4 ബെഡ്റൂമാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരുന്നില്ല, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 3-4 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ വീടൊന്ന് കാണാം. ഇതാ, ഈ വീടിൻ്റെ ഫുൾ ഭാഗം ഒന്ന് കാണുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 1560 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒരു 34 കുറയാൻ പാടില്ല പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് കാര്യം, നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച രീതിയിലാണ് നമ്മൾ ചെയ്യുള്ളൂ എന്നും പറഞ്ഞു. പിന്നെ നമ്മുടെ പോളിസി എന്താ പറയുക, 1% കമ്മീഷൻ വാങ്ങുള്ളൂ കിടക്കുന്നത്. ഇതാ കണ്ടോ, ഇതിൽ കോയൽ കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ കിണറുണ്ട്. ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഓപ്പൺ കിണറുണ്ട് ആ ഷെഡിൻ്റെ അവിടെ. അത് കാണിച്ചു കൊടുത്താൽ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ അവിടെ ഓപ്പൺ കിണർ, ആ പച്ചരയിട്ടിട്ട്. അപ്പോൾ വെള്ള സൗകര്യം ഏകദേശം ഉണ്ട്. ഇതിൽ കോയൽ കിണറാണ് കണ്ടോ. ഇനി ഉൾഭാഗം കാണിച്ചു കൊടുക്ക് കണ്ടോ. അപ്പോൾ ഈ 2 വീടും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇനി ഏത് വീടാണ് വന്ന് ഇഷ്ടപ്പെടിച്ചെടുത്തോളൂ. ഇതിൽ നെഗോഷ്യബിൾ ഒന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഓണർ പ്രത്യേകം പറഞ്ഞപ്പോൾ 35 കുറച്ച് കൊടുക്കൂലായിരുന്നത്. പക്ഷെ നമ്മൾ 35 ഇട്ട് കഴിഞ്ഞാൽ എന്തറിയോ, നമ്മുടെ ചാനലിൽ എപ്പോഴും ഇതാ സിറ്റ് ഔട്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് തരിക കേട്ടോ. ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് തരിക. ഇത് മെയിൻ ഡോറാണ്. ഇവിടെ തേക്കിൻ്റെ ഡോറാണ് വരിക. തേക്കിൽ പണിത ഡോറാണ് ഇവിടെ വരിക മെയിൻ ഡോറിൽ. അതും കൂടി പറഞ്ഞു തരികയാണ്. പിന്നെ ഇവിടെ ആണോ, നല്ല ഇരുമ്പിൻ്റെയാണ് ജനലൊക്കെ. ഇവിടെ വരിക നമുക്ക് ജനൽപൊളി വരിക, മഹാക്കണി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതാണ് ഇവിടെ വരിക. അതും കൂടെ അറിയിക്കുകയാണ്. പിന്നെ നല്ല വിശാലമായ വലിയൊരു ഹാൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ബെഡ്റൂം വാങ്ങിച്ചു കൊടുത്താൽ, ഈ ഒരു ബെഡ്റൂം വാങ്ങിച്ചു കൊടുക്കുക. ഇത് അറ്റാച്ച് അല്ല, ഇതിൻ്റെ അപ്പുറത്ത് അറ്റാച്ച് ബാത്റൂമാണ്. പക്ഷെ നല്ല സൗകര്യമുണ്ട്, വലിയ റൂമാണ് കേട്ടോ, നല്ല വലിയ റൂമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്നോട് പറയണം, ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് ചാവി അടക്കാണ് തരികയാണ് കേട്ടോ. ചാവി നിങ്ങളൊന്നും അറിയണ്ട വരുന്നവര് കേട്ടോ. നിത്യോപയോഗ സാധനത്തിൻ്റെ അങ്ങോട്ട് മേടിക്കുക, പോരുക, ഇവിടെ ഇരിക്കുക. കഴിഞ്ഞാൽ അടുത്ത വലിയൊരു ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്, അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ കാണുന്നത് കണ്ടോ, ഇത് കണ്ടെങ്കിൽ ഇതാ അറ്റാച്ച് ബാത്റൂമാണ്. കണ്ടില്ല നിങ്ങൾ, നല്ല സൗകര്യമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വിലയാണ് പറഞ്ഞത് 32 ലക്ഷം ഉറുപ്പ്യ നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് ഈ സാധനം സ്വന്തമാക്കാം. ഇനി നമുക്കൊരു പണി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് പോവാം. ഇവിടെ എന്തൊക്കെ ഉണ്ടല്ലോ, എന്താ വെച്ചാൽ ഇത് കിച്ചൺ. ഈ കിച്ചൺ കാണിച്ചു കൊടുക്ക്, കിച്ചൺ കാണിച്ചു കൊടുക്ക്. ഇവിടെ കോമൺ ബാത്റൂമാണ്. ഇവിടെ ഒരു ബാത്റൂം കോമൺ ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഇവിടെ കോമൺ ബാത്റൂം. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറി അതും കൂടി കാണാം. എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ, എവിടുന്നാ കിട്ടുക ഒന്ന് പറഞ്ഞു തരും. ചാനലല്ലാതെ ഇങ്ങനെ ഒരു ഫ്രഷ് വീട് 1500 സ്ക്വയർ ഫീറ്റ് ഈ വിലക്ക് എവിടുന്നാ കിട്ടുക? ഇതൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഇതാ ആ റൂമൊന്ന് കാണിച്ചു കൊടുത്താ. ഇവിടെ റൂമും ഹാള് ബാൽക്കണിയൊക്കെ ഉണ്ടേ. ഇവിടെ കയറിയപ്പോഴല്ലേ ഇതിൻ്റെ കഥ അറിഞ്ഞത് ആണോ. ബാക്കിൽ വരാന്തണ്ട് ആണോ, ബാക്കിൽ വരാന്തണ്ട്. അത് കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ ഒന്നിങ്ങനെ വെറുതെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്ക് ആ വരാന്ത. കേട്ടോ. ഇനി ഇവിടെ കാണിച്ചു കൊടുക്കും. ഇവിടെ ബാത്റൂമുണ്ട്. മുകളിലൊരു കോമൺ ബാത്റൂം, അത് കാണിച്ചു കൊടുക്ക്.
ഇതൊരു ബെഡ്റൂം. അപ്പോൾ 4 ബെഡ്റൂം കണ്ടു അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ 4 ബെഡ്റൂം കണ്ടു. അപ്പോൾ സഹോദരന്മാരെ നിങ്ങൾ കാണഞ്ഞ് ബാൽക്കണി നിങ്ങൾ പോരി. ഇതാണ് ബാൽക്കണി. കണ്ടോ നിങ്ങൾ? ഇതാ ബാൽക്കണി. ഇതൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് തരിക കേട്ടോ. ചാവിയാണ് കൈത്തരിയാണ്, നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ മതിയോ, ഇങ്ങനെ ഒരു വില കെട്ടി തരാം. ബാക്കി വർക്ക് നിങ്ങൾ എടുത്തോളി. അത് ഇതിൻ്റെ കൂടുതൽ നടക്കും നമുക്ക് കേട്ടോ. പക്ഷേ അതിനെ കുറിച്ച് ബാക്കി കാര്യം പറയാം. അപ്പോൾ ഇത് എവിടെയാണെന്നോ ഇതിൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ ഓണർ നിങ്ങൾക്ക് വോയിസിൽ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് 5 സെൻറ്റ് സ്ഥലവും 1560 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. ഇതിൽ 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 BHK ആണ്. അറ്റാച്ച്ഡ് റൂമുകൾ വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഓപ്പൺ കിണർ കുത്തിയാലും വെള്ളം കിട്ടണതാണ്. ഇവിടെ ഓൾറെഡി ഓപ്പൺ കിണറുണ്ട്. ഇതിൽ കോൾ കിണറാണ്. അതിലിപ്പോൾ നമുക്ക് 190 നമ്മൾ നിർത്തിയതാണ്. 30 കിന്ന് 190 നിർത്തിയതാണ്. നല്ല വെള്ളമുള്ള ഏരിയയാണ്. പിന്നെ ഇവിടുന്ന് വെട്ടിക്കാട്ടിരി, നമ്മളെ ഷൊർണൂർ വെട്ടിക്കാട്ടിരി ഹൈവേയിലേക്ക് 1.5 കിലോമീറ്ററാണ് വരുന്നത്. കേരള കലാമണ്ഡലത്തിലേക്കൊരു 3.5 കിലോമീറ്റർ, ചെറുതുരുത്തി ടൗണിലേക്ക് ഒരു 4 കിലോമീറ്റർ. പിന്നെ മുള്ളൂർക്കര വഴി വരികയാണെങ്കിൽ തൃശ്ശൂർ വഴി മുള്ളൂർക്കര വഴിയെ വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. സ്കൂളുകൾ, അമ്പലങ്ങൾ, പള്ളി, ക്രിസ്ത്യൻ പള്ളികളെല്ലാം നമ്മുടെ ചുറ്റുവശത്തായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം ഇതിൻ്റെ ഓണറോടൊപ്പം നിങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഇതിലെവിടെ എന്തൊക്കെയുണ്ട് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വിശദമായിട്ട് പഠിച്ചു തരാം. തൃശ്ശൂർ ജില്ലയിൽ മുള്ളൂർക്കര അടുത്ത് അല്ലെങ്കിൽ വെട്ടിക്കാട്ടിരി അടുത്ത് രണ്ടോടത്തേക്കും ഒരേ ദൂരം, തൊട്ടടുത്ത് കോളേജുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ 6 കിലോമീറ്റർ, ചെറുതുരുത്തിക്ക് നമുക്ക് വരുന്ന 5 കിലോമീറ്റർ, 4.5 കിലോമീറ്റർ, 5 കിലോമീറ്റർ ചെറുതുരുത്തി ടൗണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇതിൽ നമുക്കുണ്ട്. 4 കിലോമീറ്ററാണ് ചെറുതുരുത്തി. അതേപോലെ വെട്ടിക്കാട്ടിരിക്ക് 1.5 കിലോമീറ്ററാണ്. ഷൊർണൂർക്ക് ഒരു 5.5-6 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ. എല്ലാ ട്രെയിനും വരുന്ന സ്ഥലമാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷൻ 1.5 കിലോമീറ്റർ. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വരവൂർക്ക് ഇങ്ങനെ പെട്ടെന്ന് ചാടാം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒരു 5 കിലോമീറ്റർ പോയ വരവൂരെത്തി. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള തൃശ്ശൂർ ജില്ലയിലെ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിച്ചിരുന്ന വില ഒരു 35 ആയിരുന്നു ഉദ്ദേശം. അവരെ ഫുള്ള് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരും. ചാവി കൈത്തരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു തന്നു. ചാവി കൈത്തരും. 32 ലക്ഷം രൂപയാണ്. അതിൽ നെഗോഷ്യബിൾ ഇല്ല. കാരണം എന്താ അറിയോ, ഇത് ഫൈനൽ റേറ്റാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. കാരണം നമ്മുടെ ചാനലിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള പ്രോപ്പർട്ടികളെ ഇടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെറുതെ ചാനലിലിട്ടിട്ട് ഞാൻ വെറുതെ പോയിട്ട് കാര്യമില്ല ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറല്ല. അപ്പോൾ എനിക്കൊരു 1550 സ്ക്വയർ ഫീറ്റിന് വീടിന് എത്ര വരുന്നുള്ളത് നിങ്ങളൊരു കോൺട്രാക്ടറോട് ചോദിക്കാം. ഒരു വീടുണ്ടാക്കാൻ എത്ര ചാർജ് വരുന്നുള്ളത് ചുരുങ്ങിയത് 1530 ലക്ഷം ഉറുപ്പ്യ വരും അല്ലേ. പിന്നെ 5 സെൻറ്റ് സ്ഥലമുണ്ട്. ഫുള്ള് വർക്ക് ചെയ്യേണ്ടത് വരുന്നത്. 30 ലക്ഷത്തിന് ആവൂല എങ്കിലും നിങ്ങളോട് പറയണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം വെള്ളം സൗകര്യങ്ങളെല്ലാം ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ടാറിങ് റോഡ് സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്തോളൂ. ഈ തൃശ്ശൂർ ജില്ലയിലാണ്. മാത്രമല്ല നമുക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കണം. അതിനെന്ത് വേണം, ഇത് കച്ചവടം നടന്നത് ഇതിൻ്റെ കമ്മീഷൻ കിട്ടണം. കമ്മീഷൻ കിട്ടുമ്പോൾ ഒരു 10-20 കുട്ടികൾക്ക് വീണ്ടും കൂടുകയാണ് നമ്മൾ കൊടുക്കുന്നത്. 100-120 ഒക്കെ ആവും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും. പുല്ലിക്കും. മഹസ്സലാമ.